ഞങ്ങളിന്നൊരു കോഴിക്കോട് യാത്രയിലാണ്. ഷാഫി കൊല്ലത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനമുണ്ട്. റഷീദ് കാലടി ഉണ്ട്, ഷമീർ, നിങ്ങൾക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല, എൻ്റെ വീഡിയോയിൽ മിക്കതും കണ്ടു കൊടുക്കണം. പിന്നെ ഇനി നവാസ്കെ കയറും, സലീം കൊടുത്തൂരുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ പെരിങ്ങന്നൂര് അലിഫ് ഇസ്ലാമിക് സ്കൂളിലാണ് വന്നേക്കണം. ആ പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ, നമ്മളെ കാണണമെന്നൊക്കെ പറഞ്ഞ പിള്ളേരെയൊക്കെ ഒന്ന് കണ്ട്. കുറച്ചും കൂടെ ഇങ്ങോട്ട് നിന്നോ അങ്ങനെ ചെയ്യാം. നമ്മൾ കോഴിക്കോട്ടേക്ക് പോണ വഴി നമ്മുടെ ചങ്ക് ഖത്തറിലുള്ള നവാസ്കാണ് ഞാൻ വിളിക്കുന്നത്. എന്നൊക്കെ ഇളയതാണ്, അത് എനിക്ക് അറിയാവുന്നതായിരുന്നു. നവാസ്കാരുടെ വീട്ടിലെത്തിയേക്കാണ്. ഇതേ വീടാണ്, ഇതേ കുറേ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട്, ഒരു ചെറിയ വീട്. ഇതേ ഇവിടെ നല്ലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം പോയില്ല, വിലാണ്ടാ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്, കരിക്ക്. അതെന്താ പോണതിന് മുമ്പ് നമുക്ക് പൊട്ടിച്ചു കുടിക്കാം. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഊതിൻ്റെ മരം. ഇത് 3 കൊല്ലമായി നട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാതലെടുത്താണ് ഈ ഊതിൻ്റെ അത്രയൊക്കെ ഉണ്ടാക്കൂലേ അത്. 5 നട്ട്, എന്നിട്ട് ആകെ ഒരു തയ്യാണ് ഇവിടെ പിടിച്ചേക്കണം. മരം ഇത്രയുണ്ട്. ഞാൻ അതിന് വന്ന് വെട്ടിക്കൊണ്ടും പോകണങ്ങായി. ലാസ്റ്റ് ഞാൻ വീഡിയോ ആയിട്ടാണെന്ന് പറയോ. അതെ, ഈ ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു എന്ന് പറഞ്ഞ് പാട്ടിട്ടല്ലേ. ഇതാണ് ഇളങ്കാറ്റിൽ നല്ല കാറ്റാണ് ഇവിടെ.
കരിക്ക് വെട്ടാനുള്ള പരിപാടിയാണ്. താഴ്ത്തു നിന്ന് കരിക്കിടാവുന്ന പണിയാണെന്ന് നോക്കാം. ഇത് തെങ്ങായി ഉണ്ടെന്ന് നോക്കാം. തേങ്ങായി ഉണ്ട്. കരിക്ക് ഇതായിരിക്കില്ല. ഇത് കരിക്കല്ലേ? അത് തീ വെള്ളം ഉണ്ടായി മൂക്കാത്തതാണ്. അതുണ്ടാവില്ല. തേങ്ങ ഉണ്ടാവും. അതോടെ കിട്ടിക്കോളൂ. ആ കരിക്ക് കരിക്ക്. ഷമീർക്ക് ആ പാട്ട് പാടി. വേറെ ആയിരിക്കും കൊടുക്കൂല, ഞാൻ മാത്രം കുടിക്കുള്ളൂ. ഇടാമേ ഒരെണ്ണം കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് കുടിക്കാം. ഈ വെള്ളം കുടിച്ചു നല്ല ഗ്യാസും നല്ല മധുരവും. ഓ ഇത് കുടിച്ചോക്കി ക്ഷമിക്കാം. ഔ പെണിങ്ങിയൊക്കെ മൂപ്പര് കാലത്ത് ഇറച്ചി പൊറോട്ടും കിട്ടാത്ത കടയിൽ കയറി വെയിറ്റ് കടയിൽ കയറിയാന് എന്ത് ചെയ്യാനിപ്പോ. അതിൻ്റെ വെള്ളം സൂപ്പർ, നല്ല ഗ്യാസ് ഉണ്ട്. എനിക്ക് വേറെ ഇട്ട് തരാം. ഇപ്പം കയ്യെത്താത്ത സ്ഥലത്ത് എങ്ങനെ കരിക്കിടാന്ന് പഠിച്ചിട്ടുണ്ടോ നോക്കിയോട്ടാ. ഏയ് ഇപ്പൊ ചെറുപ്പത്തിലേ ഇഷ്ടം പോലെ ഞാൻ പറിച്ചിട്ട് എന്താ വെക്കാം. നമ്മുടെ വീട്ടിൽ ചക്കമരം ഞാൻ കാണിച്ചു തന്നില്ല മുമ്പുള്ള വീഡിയോയില്. പ്ലാവ് ചക്കമരമല്ല പ്ലാവ്. ആ പ്ലാവുമ്പോൾ കണ്ടല്ല ചെറിയ മരത്തുമ്പോൾ ചക്ക അത് കണ്ട ഞാൻ മുകളിലുണ്ടായിട്ടുണ്ട് താഴ്ത്തുണ്ടായിട്ടുണ്ട്. ആ വീട്ടിലെ പ്ലാവാണ്. കൊല്ലം ഷാഫിയുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്റ്റുഡിയോ ഇതാണ്. ഇത് കാണാൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നായിരിക്കും ഷാഫി. നമ്മളെ മാണിക്കൊക്കെ എല്ലാ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഫുൾ ടീമിനെ നവാസ്ഖാനെയും ഷമീർ ഖാനൊക്കെ കൂട്ടി ഇവിടം വരെ വന്നു. അത് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾക്ക് വളരെ ഹൃദയബന്ധമുള്ള ചിലര് നമ്മുടെ പ്രധാനപ്പെട്ട സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ പങ്കുചേരാന്ന് പറഞ്ഞാല് അതിനോളം ഒരു ബലം മാനസികമായിട്ട് കിട്ടുന്ന ഒരു കരുത്തുണ്ടല്ലോ, അതിനോളം കിട്ടുന്ന ഒരു ഊർജം വേറെയില്ല. അത് വല്ലാത്തൊരു മുഹൂർത്തമാണ്. താങ്ക് യു. ഇയാളെ ഫുഡിന്റെ അടിമയായിപ്പോ എന്റെ ഭാര്യയും കുട്ടികളൊക്കെ, അതാണ് ഒന്നാമത്തെ. സ്റ്റുഡിയോയുടെ സംഭവങ്ങളാണ് അതൊക്കെ. എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് കാണണമെങ്കിൽ സംഭവം ആദ്യം ഞങ്ങളുടെ എന്താണ് ചെറുതോ നനക്കാണത് വായിക്കോ. ആ
വായിക്കോ? വായിക്കൂലേ? ആ പിയാനോ നമുക്കറിയാൻ പാടില്ല. ഷാഫി എന്നെ എറിലെടുത്തു. ഷാഫിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറെ നിർബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ്. ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ, നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമവിടെ തപസ്സിരുന്നു. സുനയനേ സുമുഖി സുമവദനേ സഖീ